ഇതൊക്കെ നൽകിയ വാഗ്ദാനം അതേപോലെ പാലിക്കാനാകുമോ എന്നുള്ളതാണ് കേരളം നോക്കുന്ന പ്രശ്നം. ഇപ്പോ UDF സർക്കാർ പറഞ്ഞു സ്ത്രീകൾക്ക് സൗജന്യ യാത്രയായിരിക്കും KSRTC ബസ്സിൽ. അത് KSRTC ബസ്സിൽ എന്നാണ് പറഞ്ഞത്. പിന്നെ KSRTCയുടെ ഇന്ന ബസ് എന്ന് അന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോ ഫലത്തിൽ കേരളത്തിലെ പല പ്രദേശങ്ങളിലും അവിടെയുള്ള സ്ത്രീകൾക്ക് വേറെ വാഹനം പിടിച്ചു പോയി മറ്റു പ്രദേശങ്ങളിൽ പോയി കയറേണ്ടതായിട്ട് വരും സൗജന്യ യാത്ര വേണമെങ്കിൽ. കാരണം അവിടെ ഈ പറയുന്ന ബസ്സില്ല. ഒരുപാട് കേരളത്തിലെ പ്രദേശങ്ങൾ ഇന്നിപ്പോൾ പറഞ്ഞ കാറ്റഗറി ബസ് ഇല്ലാത്ത പ്രദേശങ്ങളാണ്. അപ്പോൾ അതല്ലാലോ നേരത്തെ നൽകിയ വാഗ്ദാനം. അപ്പോൾ ആ വാഗ്ദാനം പാലിക്കാനാകുമോ ഇല്ലേ എന്നുള്ളത് അവർ തന്നെ പറയേണ്ട കാര്യമാണ്. ഞങ്ങൾ സ്ത്രീകൾക്ക് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളെയും അനുകൂലിക്കുന്നതിലേ എല്ലാ കാലത്തും എടുത്തിട്ടുള്ളൂ. ആ നിലപാട് തന്നെ ഞങ്ങൾ തുടരുകയും ചെയ്യും. അല്ല, അത് ഉദ്ഘാടന ചടങ്ങിന്റെ കാര്യമല്ലേ. ഈ പറയുന്ന സ്ത്രീകളുടെ കാര്യത്തിൽ നടപടികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സ്ത്രീകളുടെ കാര്യത്തിൽ ഉണ്ടാകുന്ന നടപടികൾ അതിനെ പിന്താങ്ങുന്ന കാര്യമാണ് ഞങ്ങൾ എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. ഇനിയും അത് തന്നെയാണ് സ്വീകരിക്കുക.